വാസ്തുശാസ്ത്രപ്രകാരം നാം ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നാം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭാഗമാണ് കിഴക്ക് ദർശനമായിട്ട് കിട്ടുക എന്നുള്ളത്. കിഴക്ക് ഭാഗത്ത് റോഡ് വരുന്നതും അതുപോലെ കിഴക്ക് ഭാഗത്തേക്കായിട്ട് നമുക്ക് വീട് വെക്കാനുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത്. കാരണം മറ്റു ദിക്കുകളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും ഗുണം കൂടുതൽ കിട്ടുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, സൂര്യൻ കിഴക്ക് ഭാഗത്താണ് ഉദിച്ചു വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജം കിട്ടുന്നതും വീട്ടിലേക്ക് ഊർജം കിട്ടുന്നതും ഏറ്റവും ഊർജമുള്ള വായു ഏറ്റവും കൂടുതൽ കിട്ടുന്നതും നമുക്ക് കിഴക്ക് ഭാഗത്ത് നിന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതൊരു വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇതൊരു വെറും വാക്കുകളല്ല. കാരണം നമുക്ക് ഭൂമിക്ക് ഏറ്റവും അധികം ഊർജം കൊടുക്കുന്നത് സൂര്യനാണ്. അതിൽ തർക്കമില്ല. ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതിക്കും ജീവികൾക്കും എല്ലാം എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. ഇരുട്ടിനെ വെളിച്ചമാക്കുന്നതും ഒക്കെ ഈ സൂര്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ നേരിട്ടുള്ള കിരണങ്ങൾ പതിക്കുന്ന ആ ഭാഗത്തെ നിരന്തരമായിട്ടും അത് പതിക്കുന്ന ആ ഭാഗത്ത് കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും ആ ഭൂമിക്കും ആ വീട്ടിൽ താമസിക്കുന്ന അന്തേവാസികൾക്കും കൂടുതൽ ഊർജം ഉണ്ടാവുകയും കൂടുതൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അവർക്ക് ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും അവർക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാകുവാനുള്ള സാധ്യത ഏറ്റവും അധികം കൂടുതലാണ്. കൂടാതെ ഈ ഒരു കിഴക്ക് ഭാഗത്തേക്ക് വീട് വയ്ക്കുമ്പോൾ ആ വാസ്തുപ്രകാരം സൂര്യൻ്റെ ഊർജം, സൂര്യൻ്റെ ആ രശ്മികൾ ഏറ്റവും കൂടുതൽ നമ്മളെ വീടിനുള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് നമുക്ക് വീടിൻ്റെ ആ ഓരോ കോണുകളിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള നിർമ്മാണമായാൽ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കൂടുതൽ ആനുകൂല്യം നമുക്ക് സംഭവിക്കുകയുള്ളൂ. വെറുതെ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് വീട് വെച്ചുകൊണ്ടതായില്ല. ആ ഭാഗത്തെ സൂര്യനെ പരമാവധി ഏത് തരത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമ്മുടെ അവിടുത്തെ ആനുകൂല്യങ്ങൾ കൂടുന്നത്. ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റു ദിക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞു, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഈ ദിക്കുകൾക്കൊക്കെ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഗുണങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ കിഴക്ക് വശത്തെ ഗുണം എന്ന് പറയുന്നത് ആ 4 ഭാഗത്തു നിന്നും കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഊർജവും അതുപോലെ കൂടുതൽ ഗുണവും ഈ കിഴക്ക് ഭാഗത്തു നിന്ന് കിട്ടും. കാരണം ഈ കിഴക്ക് ഭാഗമാണ് ഈ 4 ദിക്കിൻ്റെ അല്ലെങ്കിൽ ഈ 8 ദിക്കിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ രാജാവ് എന്നറിയപ്പെടുന്ന നമ്മൾ കിഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിഴക്കിനൊരു രാജസ്ഥാനം കൊടുത്തതല്ല. അവിടെ സൂര്യൻ്റെ ഗതിക്കനുസരിച്ചുള്ള ഊർജ്ജ സ്രോതസ് ഏറ്റവും അധികം കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ദ്രനാണ് ആ ഭാഗത്ത് ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളത്, കിഴക്ക് ഭാഗത്ത്. അതുകൊണ്ട് അവിടെ എല്ലാതരം അധികാരങ്ങളും ആനുകൂല്യങ്ങളും സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും കുട്ടികൾക്ക് പഠനത്തിലും ബുദ്ധിപരമായിട്ടുള്ള കാര്യത്തിലും ആത്മീയമായിട്ടുള്ള കാര്യത്തിലും അങ്ങനെ ജീവിത സുഖം കൊണ്ടും എല്ലാ തരത്തിലും ഒരു കൂടുതൽ ഉണർവ് കിട്ടുന്നൊരു ഭാഗം തന്നെയാണ് കിഴക്ക്. അതുകൊണ്ട് കിഴക്ക് അനുകൂലമായിട്ട് വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സുഖഭോഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ആനുകൂല്യവും ശക്തിയും ഐശ്വര്യവും ഊർജവും എല്ലാം നമുക്ക് കിട്ടും. മേൽപ്പറഞ്ഞ 8 ദിക്കുകളുടെയൊക്കെ ഗുണം തീർച്ചയായിട്ടും കിഴക്ക് ഭാഗത്തു നിന്ന് നമുക്ക് ആനുകൂല്യം കിട്ടുന്നതായിരിക്കും. അത് നമ്മുടെ പ്രകൃതിയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ആ പ്രപഞ്ചത്തിൽ ആ സൂര്യൻ്റെ രശ്മികൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് നമുക്കും കിട്ടുന്നത് തീർച്ചയായിട്ടും നമുക്കത് വലിയ ആനുകൂല്യം കൊണ്ടുതരുന്നതായിരിക്കും.
അങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് വീട് വെച്ച് താമസിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടാനുള്ള സാഹചര്യം കിഴക്ക് ഭാഗത്തേക്കുണ്ട്. അതുകൊണ്ട് ഈ കിഴക്ക് ഭാഗത്തെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കിഴക്ക് ഭാഗത്തേക്ക് വാസ്തുപ്രകാരമുള്ള രീതിയിൽ അതിനെ ചിട്ടപ്പെടുത്തുന്ന ഓരോ റൂമുകളും, അതുപോലെ തന്നെ ഓരോ ജനാലകളും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ അടുക്കള, അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും നമുക്കതിനെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നിർമ്മാണം നടത്തുകയാണെങ്കിൽ വലിയൊരു ശക്തിയുള്ള ഒരു ഭാഗം തന്നെയാണ് കിഴക്ക് ദിക്ക്. അപ്പോൾ കിഴക്ക് ദിക്കിനെ ദിവ്യ ദിക്കെന്നും വലിയ ഊർജ്ജസ്വലത അധികാരത്തിൻ്റെ ദിക്കെന്നും അതുപോലെ രാജാ ദിക്കെന്നും എല്ലാ തരത്തിലുള്ള പേര് നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിഴക്ക് ഭാഗത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വലിയ ആനുകൂല്യം നമുക്ക് കിട്ടുന്നതായിരിക്കും.